ആദ്യ രാവിലെ പകുതി ഉറക്കായിട്ട് ഞാൻ പോണത് എടുക്കാന്നറിയാം. ഒരു ഹെറിറ്റേജ് വാക്കിന് ഇറങ്ങിയതാണ്. ഈ കാണുന്ന മുതലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. യൂണിയന്റെ വകയുള്ള പരിപാടിയാണ്. അങ്ങനെ ഏതായാലും നമ്മളും പോവാണ് ഓരോ കൂടെ കോഴിക്കോട്ടേക്ക്. സൺഡേ ആയതുകൊണ്ട് തന്നെ സൈഡില് ഫുള്ള് കച്ചവടക്കാരായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വല്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ടീമിനെ കണ്ടെത്താൻ കുറച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ അവസാനം അവരെ കണ്ടെത്തി. ഇതാണ് ഹെന്നത്താണ് നമ്മളെ ഗൈഡ്. അങ്ങനെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ കൂടെ പോയി നമ്മളെ ശങ്കരൻ ബേക്കറിയും കടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ സ്റ്റോറികൾ പറഞ്ഞുതരും. ഇതാണ് നമ്മുടെ ഹിഷൽ കേട്ടോ. ഹിഷലിന് ഭയങ്കര നാണാണ് ക്യാമറ കണ്ട് നോക്കുമ്പോൾ. നിങ്ങളിപ്പോ വിചാരിക്കും ആദ്യം കൊട ചൂടി തരാണ്. സംഭവം കൊട എനിക്ക് തന്നതാ. അതാ മൂന്നും കൂടി ഇത് വർത്താനം പറഞ്ഞു പോണത്. ഈ കണ്ണ മുതൽ നിങ്ങൾക്ക് അറിയോ ഈ ബാഗ് നോക്കി പോണത്. ഇത് തിരിഞ്ഞെടുത്താൽ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതാണ് നമ്മുടെ എഡിറ്റർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ പോണത് തറവാടുകളുടെ പരമ്പരാഗത കാത്തു സൂക്ഷിക്കുന്ന വൈകളിലൂടെയാണ്. മുസ്തഫക്ക് ഭയങ്കര കംപ്ലൈന്റ്. അവർക്ക് കഴിഞ്ഞ സമയം 3 ഓ മാത്രം കിട്ടിയിട്ടുള്ളൂ. എന്തല്ലേ നമ്മള് പാസ്സാവണന്റെ ഭാഗ്യം. പിന്നെ ഒടുക്കത്തെ വെയിൽ. അതുകൊണ്ട് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാ. ഇവിടെ എല്ലാവരും ഹിസ്റ്ററി കേൾക്കുമ്പോൾ അവിടെ കുറച്ചെണ്ണം തണലത്ത് നിൽക്കുക. ഇത് പിന്നെ നമ്മൾ ഇളിച്ചോണ്ടിരിക്കുന്ന ചെയർമാൻ നിഹാല്. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ പോണത് ജബ്ബാറാക്കാന്റെ വീട്ടിൽ. ഇടക്ക് കുറച്ചെണ്ണത്തിനെ കാണാതായി. അപ്പണ്ട് ഓരോ സൺസ്ക്രീൻ ഇടുന്നു. ഏത് പ്രൊട്ടക്ഷൻ ഇതാണ് നമ്മുടെ ജബ്ബാറാക്കാന്റെ വീട്ടിലില്ലാത്ത മുതലില്ല. ഒരുപാട് കാലപ്പഴക്കുള്ള തറവാടാണ് ഇത്. പഴയകാല ക്ലോക്കുകളും റേഡിയോകളും പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത കുറെ സാധനങ്ങളും മോട്ടറുകളും എല്ലാവിധ സാധനങ്ങളും ഇവിടെ. അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഫാസിലിന്റെ പരാതി. എന്താന്നല്ലേ ഇങ്ങനെ എടുക്കേണ്ടി പറഞ്ഞോണ്ടാ ഈ ലെവല്ലോ കേട്ടല്ലോ പരാതി. ഓനെ ഞാൻ വീഡിയോ എടുത്തപ്പോ കുത്തുബ് മിനാറാ എത്ര എന്തൊക്കെ കേൾക്കണല്ലേ. ഏതായാലും അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് വീണ്ടും നടക്കുകയാണ്. ഓരോ സ്ഥലത്തും നമ്മളും ഹന്നത്തന്റെ കഥ തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ഇതാ ഒരാൾ മൊയ്ന്താളെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്യാൻ സിംഗർ രഷാദിന്റെ പാട്ട് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ഉസ്താദ് ഹോട്ടലെടുത്ത വീട്. ഒരാൾ ഇപ്പൊ തംസപ്പടിക്കൂട്ടെ. കണ്ടില്ലേ ഫാസില്. പിന്നെ ഞാൻ ക്യാമറ എപ്പോ ഓണാക്കിയാലും ഓനായാലും തംസപ്പടി. പിന്നെ നടന്ന് അടുത്ത ലൊക്കേഷനിലെത്തി. അവിടെ നമ്മൾ നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു ഫോട്ടോ എടുത്തു. സത്യം പറഞ്ഞാൽ ഫോട്ടോ കൊള്ളൂലായിരുന്നു. പിന്നെ ഈ ഉണക്കാട്ട പോലെ ഈ നട്ടുച്ചക്ക് ഞങ്ങൾ ഇതാക്കുന്ന ബീച്ചിലെത്തി. ഇതോടുകൂടി നമ്മുടെ ഹെറിറ്റേജ് വാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു. അതിന്റെ വക ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ആക്ഷൻ കാട്ടി എന്തൊക്കെയോ പറഞ്ഞേ. ഇത്രക്ക് ബോറാണ് ഞപ്പോൾ ആ ഗ്രൂപ്പ് ഫോട്ടോ രസമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇശൽ ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കണം ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞതാവും നട്ടുച്ചയിൽ ഒരാൾ ഏകാന്തത ആസ്വദിക്കുന്നു. എന്തെല്ലാം കാണണല്ലേ. പിന്നെ നമ്മൾ ചോറൊക്കെ തിന്ന് പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ച് SM സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോയി. അപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ പാറ്റുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പാടിന് വിയർപ്പ് തുള്ളിക്കെടുക്ക് കാറ്റ് കൊള്ളിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമ്മൾ ട്രെയിനിലാണ് പരപ്പനങ്ങാടിക്ക് പോകുന്നത്. അതിന്റെ ഒടുക്കത്തമായി ട്രെയിൻ ആണെങ്കിലോ 1 മണിക്കൂർ ഡിലേ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ട്രെയിൻ എത്തി. ട്രെയിനിൽ കയറി അതിലുണ്ട് ഇവിടെ SM സ്ട്രീറ്റിൽ നിന്ന് ചെടിച്ചട്ടി വാങ്ങിയത് അങ്ങോട്ടും കൂടി തട്ടിക്കളിക്കും. അവിടുന്ന് പിന്നെ ബസ്സിലും കയറി ഞങ്ങളെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നടന്നതുകൊണ്ട് തന്നെ ഹെറിറ്റേജ് വാക്കുമ്പോൾ നടക്കുമല്ലോ. ഒരുപാട് നടന്നതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല ടയേർഡായിരുന്നു. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.